ഹഗ്മാർക്ക് അംഗീകാരത്തോടുകൂടി തയ്യാർ ചെയ്യുന്നത് പവൻ നല്ലെണ്ണ, പ്രകൃതി നൽകും നന്മ. റിയാദിൽ ഇറങ്ങിയെന്ന് പറഞ്ഞു. പിന്നെ ഒരു വിവരവും ഇല്ല. ഇങ്ങോട്ട് പോയെന്നോ ജീവിച്ചിരിപ്പുണ്ടോ, കത്ത് വരും അങ്ങനെങ്കിലും അറിയാമെന്ന് പറഞ്ഞിരുന്നിട്ട് അങ്ങനെയും വന്നില്ല. 1 മാസം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞ് അങ്ങനെ നമ്മുടെ ഭർത്താവ് പോയിട്ട് പിന്നൊരു വിവരമില്ലെന്ന് പറയുമ്പോൾ പിന്നുള്ള മാനസികാവസ്ഥ എന്താ? ഞാൻ ഒരു സെയിൽസ്മാനായിട്ടാണ് പോയത്. അങ്ങനെയുള്ള വിസ എന്നും പറഞ്ഞാൽ കൊണ്ടുപോയത്. പാസ്പോർട്ട് ചോദിച്ച് ഞാൻ കൊടുത്തു. അപ്പോൾ അത് വണ്ടി കയറാൻ പറഞ്ഞാൽ കയറി ഞാനങ്ങ് പോയി. ഫസ്റ്റ് അവിടെ എത്തിപ്പെട്ടപ്പോൾ എന്താ തോന്നിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത്? ഒരു ബിൽഡിങ്ങും കാണുന്നില്ല, ഒന്നും കാണുന്നില്ല, വെറും മരുഭൂമി മാത്രമേ കാണുന്നുള്ളൂ. അത്രയ്ക്ക് ആടും 10-20 ഒട്ടകവും ഈ ഒരു ഭീകര രൂപയെപ്പോലെ ഒരു മനുഷ്യനും അവിടെ നിൽക്കുന്നു. അന്നേരം തന്നെ കരച്ചിലും തുടങ്ങിയെങ്കിൽ എൻ്റെ വൈഫ് നേരം പൂർണ്ണ ഗർഭിണിയായിട്ട് നിൽക്കുവാണ്. അന്ന് ചെന്നപ്പോഴേ ഞാൻ കത്തെഴുതി ഇങ്ങനെ ഇടയിൽ കൊടുത്തപ്പോൾ പഠിച്ചേറി കളഞ്ഞു. ആൾക്കാർ പോയി ഇങ്ങനെ പെട്ടിട്ടുണ്ടെന്നുള്ള നേരത്തെ അറിയാമല്ലോ ആൾക്കാർ. അങ്ങനെ കഥ കേട്ടിട്ടുണ്ട്. അപ്പോൾ അന്നേരം നമുക്കും അതുപോലെ പറ്റിയെന്നും പറഞ്ഞ് ഞാൻ കരഞ്ഞ് വലുത് കരഞ്ഞപ്പം അയാൾക്ക് ദേഷ്യം കയറുന്നു. അങ്ങനെ തലയ്ക്കൊക്കെ തട്ടിയിട്ടൊക്കെ ഉണ്ട്. അത് ഉണ്ട്. പിന്നെ ചാടിക്കഴിഞ്ഞപ്പോഴുള്ള അറിവല്ലേ ഉള്ളൂ. അതിന് മുമ്പേ ഞാനവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അയാൾ കൊന്നാലും എന്തായാലും ആരും അറിയത്തില്ലല്ലോ. ഞാൻ 2-3 മാസം ആയപ്പോൾ ചോദിച്ചു പൈസയുടെ കാര്യം ബാധേൻ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഒരു റിയാൽ പോലും ഞാൻ കണ്ടിട്ടില്ല. നാട്ടുകുട്ടിയൊക്കെ എൻ്റെ മക്കളെ പോലെ പിടിച്ചു വെച്ച് ഇങ്ങനെ കരയുമായിരുന്നു. പാമ്പ് കൊണ്ട് ചിലപ്പോൾ ദിവസങ്ങളിലൊക്കെ ആളിനെ പാമ്പ് കടിച്ച് കൊല്ലും. ഓടി 1.5 ദിവസം ഓടുമ്പോഴാണ് റോഡ് കാണുന്നത്. പിന്നെ ആകപ്പാട് അച്ചൂടം പോലെ ആയപ്പോൾ ഇതെല്ലാം ചെല്ലയൊക്കെ ഒട്ടി അല്ലാതെ വികൃത രൂപമായിട്ടിരിക്കുമല്ലോ അന്ന്. കാലൊക്കെ പൊട്ടി ഒലിക്കുമല്ലോ. അങ്ങനെ പിന്നെ 9 ദിവസം ജയിലിൽ കിടന്നു. ഇത് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഒരു സുഖജീവിതം പോലെ ആവുമല്ലോ ജയിലിൽ. പിന്നെ ജയിലിൽ കിടന്നിട്ടല്ലേ വന്നത്. അപ്പം മുട്ടയൊക്കെ അടിച്ച് ഇവിടുന്ന് പോയ രൂപമൊന്നും അല്ലല്ലോ. അപ്പം ഞാനിത് കണ്ട് ഞങ്ങളെല്ലാം കരച്ചിലായിരുന്നു വന്ന് കയറിയത് കണ്ട്, ആ രൂപം കണ്ട്. എൻ്റെ ഒരു ജോലി കണ്ടിട്ട് അത് നീ ചെയ്യത്തില്ലെന്ന് പറഞ്ഞു. അന്നേരം ഞാൻ പറഞ്ഞു ഞാൻ ചെയ്ത പോലുള്ള ജോലി ലോകത്താരും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു. പൃഥ്വിരാജ് സാറ്, മോഹൻലാൽ, പിന്നെ ഒരുപാട് നടന്മാരെല്ലാവരും ഉണ്ടായിരുന്നു. അവരൊക്കെ ആയിട്ട് നമ്മളെ ഇതെല്ലാം കൊണ്ടുവച്ചിട്ടൊക്കെ ഇപ്പോൾ വന്നത്. എന്തെങ്കിലും ഒരുപാട് വ്യത്യാസങ്ങൾ തോന്നിയായിരുന്നോ നോവലും റിയൽ ആയിട്ട് നടന്ന കാര്യങ്ങളും തമ്മിൽ? ഇല്ലില്ല, ഒരുപാടൊന്നും വ്യത്യാസമില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ് 90% അതിനകത്ത്. അല്ലാത്ത കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. അതൊക്കെ ഈ ഇതിനകത്തുണ്ട്. വിളിക്കാനുള്ള ദൈവങ്ങളെല്ലാം വിളിക്കുക, നമ്മളെ ഒന്ന് രക്ഷപ്പെടുത്തെന്ന് പറഞ്ഞു. മുകളോട്ട് നോക്കുമ്പോൾ ഇങ്ങനെ പ്ലെയിൻ പോകുന്നതായിട്ട് മാത്രം കാണാം, വേറെ ഒന്നുമില്ല. ഈ ആടും ഞാനും ഉള്ള ജീവിതം. ഹായ്, ബിഹൈൻഡ് വുഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് എൻ്റെ കൂടെ വന്നിരിക്കുന്നത് നജീബയ്ക്കും വൈഫാണ്. ഹായ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാട് കഥകൾ എല്ലാവർക്കും അറിയുന്നത്. അപ്പം ഞാൻ ഒരുപാട് കഥകളിലേക്ക് ചോദിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ അതുമാത്രമല്ല, ഇപ്പോൾ ചേട്ടൻ പോയിട്ടായാലും അവിടെ ഒരുപാട് കാര്യങ്ങൾ അനുഭവിക്കുന്നു. ഇപ്പോൾ ചേട്ടൻ്റെ പേരിൽ തന്നെ ഒരു നോവൽ ഇറങ്ങുന്നു. ഇപ്പോൾ അതാ പുതിയതായിട്ട് ആടുജീവിതം എന്ന് പറഞ്ഞ ഒരു സിനിമ തന്നെ വരികയാണ്. അപ്പം ആ ഒരു സിനിമയുടെ ലൊക്കേഷനിലൊക്കെ പോയി കണ്ടായിരുന്നോ? അവരായിട്ട് സംസാരിക്കുക, രാജുവേട്ടനായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തായിരുന്നോ? ആ സിനിമയുടെ ലൊക്കേഷനിലൊക്കെ ഞാൻ ലാസ്റ്റ് ഘട്ടത്തിലാണ് ലൊക്കേഷനിൽ പോയത്. അങ്ങനെ പോയി ഞങ്ങൾ 10-20 മിനിറ്റ് ഞാനും സാറിവിടെ സംസാരിക്കുകയും ഒക്കെ ചെയ്ത് കാര്യങ്ങളൊക്കെ എന്നൊക്കെ ചോദിച്ച് ഞാൻ അതിനെല്ലാം മറുപടി പറഞ്ഞു. എല്ലാം കറക്റ്റാണെന്നൊക്കെ പറയുകയൊക്കെ ചെയ്ത് ഞങ്ങളങ്ങനെ സന്തോഷത്തോടെ അവിടെ നിന്ന് തിരിച്ച് വന്ന് ഇനി കാണാമെന്നും പറഞ്ഞു. അങ്ങനെ ഞാനിപ്പോൾ എറണാകുളത്ത് അങ്കമാലിയിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഇതിൻ്റെ റഹ്മാനും ലാലും എന്നുള്ള പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ പങ്കെടുത്ത് പൃഥ്വിരാജ് സാറ്, മോഹൻലാൽ, പിന്നെ ഒരുപാട് നടന്മാരെല്ലാവരും ഉണ്ടായിരുന്നു. അവരൊക്കെ ആയിട്ട് നമ്മളെ ഇതെല്ലാം പങ്കുവെച്ചിട്ടൊക്കെ ഇപ്പോൾ വന്നത്. ഞാൻ രാജുവേട്ടനായിട്ട് തന്നെ ഒരു 10-20 മിനിറ്റത്തോളം പേഴ്സണലായിട്ട് ഒറ്റയ്ക്ക് സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞില്ലേ? അപ്പം രാജുവേട്ടൻ എന്താണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് ആ സമയത്ത്? സംസാരിച്ചത് അന്ന് അവിടെ മരുഭൂമിയിൽ അനുഭവിച്ച കാര്യത്തെ പറ്റിയൊക്കെയാണ് സംസാരിച്ചത്. അപ്പം അതുപോലൊക്കെയാണ് ഞാൻ ഇതിനകത്ത് അഭിനയിച്ചേക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് പറഞ്ഞതിൻ്റെ അടുത്ത്. അപ്പം ഞാൻ അന്നേരം പറഞ്ഞു ഇതെല്ലാം കറക്റ്റ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് പറഞ്ഞത്. ഓക്കെ. അപ്പം എന്തായാലും ഈ നോവൽ വായിച്ചിട്ടുണ്ടാവുമല്ലോ? ഓ, ഉണ്ടാവും. നോവലിൽ തന്നെ പറയുന്നുണ്ടായിരുന്നു റിയൽ ആയിട്ടുള്ള സ്റ്റോറി മാത്രമല്ലാതെ ഞാൻ ഒരുപാട് കാര്യം ഇമാജിനറി ചെയ്തിട്ടും എക്സ്ട്രാ ഒക്കെ എഴുതിയിട്ടുണ്ട് അതിലെന്നുള്ളത്. അപ്പം എന്തെങ്കിലും ഒരുപാട് വ്യത്യാസങ്ങൾ തോന്നിയായിരുന്നോ നോവലും റിയൽ ആയിട്ട് നടന്ന കാര്യങ്ങളും തമ്മിൽ? ഇല്ലില്ല, ഒരുപാടൊന്നും വ്യത്യാസമില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ് 90% അതിനകത്ത് നോവലിനകത്ത് എഴുതിയേക്കുന്നത്. അന്ന് ഞാൻ അവിടെ ചെന്നപ്പോൾ അനുഭവ കഥകളും അതിപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഇച്ചിരി ഉള്ളല്ലോ. അത് ഈ കഥയിലൂടെ ആകുമ്പോൾ ഒരുപാട് ടൈം എടുത്താണ് അത് പറഞ്ഞത്, കഥയല്ല. ഈ അതിൻ്റെ അടുത്തൊക്കെ ഇതിൻ്റെ പറ്റി ചെറിയൊരു സൂചന മാത്രമല്ലേ നമ്മൾ പറയുന്നുള്ളൂ. അല്ലാത്ത കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. അതൊക്കെ ഈ ഇതിനകത്തുണ്ട്. നോവലിനകത്ത് അല്ലാത്ത കാര്യങ്ങളുണ്ടല്ലേ? അതിൽ വിട്ടുപോയ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? വിട്ടുപോയതല്ല, അത് അവിടുത്തെ ആ സംഭവത്തെ പറ്റി പിന്നെ നമ്മൾ റെഡി അത് പറയാനൊക്കത്തില്ല. അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെയാണ് അതുള്ളത്.
എന്ത് ജോലിക്ക് പോകാനായിരുന്നു ശരിക്കും യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നത്? ഞാൻ ഒരു സെയിൽസ്മാനായിട്ടാണ് പോയത്. അങ്ങനെയുള്ള വിസ എന്നും പറഞ്ഞാൽ കൊണ്ടുപോയത്. പക്ഷേ ആ വിസയിൽ തന്നെയാണ് പോയതെങ്കിലും ഞാൻ എയർപോർട്ട് അവിടെ ചെന്ന് കഴിഞ്ഞല്ലേ ഞാൻ ഇങ്ങനെ ഇതായിപ്പോയത്. എയർപോർട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എൻ്റെ നിന്ന് ഒരു ആൾ വന്നിട്ട് പാസ്പോർട്ട് ചോദിച്ച് ഞാൻ കൊടുത്തു. അപ്പോൾ അത് വണ്ടിയിൽ കയറാൻ പറഞ്ഞാൽ കയറി ഞാനങ്ങ് പോയി. അപ്പോൾ എൻ്റെ യഥാർത്ഥ ആ സ്പോൺസർ അല്ലെന്നാണ് ഇപ്പോൾ എൻ്റെ അന്ന് ജയിലിൽ വന്ന് കണ്ടപ്പോഴുള്ള അത്. അപ്പം ഇവിടുന്ന് പോകുമ്പോൾ ആരുടെ ഒരു കെയർ ഓഫിൽ അങ്ങനെ എന്തെങ്കിലും ആണോ പോയിണ്ടായത്? അതെ അതെ, ബന്ധുക്കളെ കെയർ ഓഫ് തന്നെയാണ് പോയത്. പിന്നെ അവിടെ എത്തിയതിനു ശേഷം ഒരു ഇത് കോണ്ടാക്ട് കിട്ടാണ്ടാവുക എന്തെങ്കിലും? കോണ്ടാക്ട് ഒരുപാട് ചെയ്യാൻ പറ്റിയില്ല. അന്ന് നമ്മളെ ഇതുപോലെ ഫോണും ഒന്നുമില്ല. അവരുടെ അഡ്രസ്സും നമ്പറും ഒക്കെ നമ്മുടെ ഉണ്ട് എല്ലാവരുടെയും. ഫോൺ വിളിച്ച് പറയാനുള്ള ഇല്ലായിരുന്നല്ലോ. ഇപ്പോൾ ഇത് 30 വർഷത്തോളം ആയില്ലേ ഈ സംഭവം. അന്ന് ഇന്നൊക്കെ ആണെങ്കിൽ മാധ്യമം എല്ലാം അതുതന്നെ. ഇന്നിപ്പോൾ എവിടെ പോയി അക്കളിപ്പെട്ടാലും നമുക്ക് കടനെ കണ്ടുപിടിക്കാൻ പറ്റും. കാരണം ഫോണുമായിട്ടാണ് നമ്മൾ ഗൾഫിലേക്ക് ഇപ്പം പോകുന്നത്. അതൊന്നും ഇല്ലല്ലോ, വെറും കത്ത് മാത്രമേ ഉള്ളൂ. കത്താതാണെങ്കിൽ 1 മാസം കഴിഞ്ഞൊക്കെ ഇവിടെ കിട്ടുന്ന സൈസിലുള്ള കത്ത് അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ അന്നത്തെ ജീവിതം. ഇതൊന്നും അല്ലല്ലോ. ഇന്നിപ്പം നല്ല രീതിയിൽ ആൾക്കാർക്ക് പോയി വരാനെല്ലാ സൗകര്യങ്ങളെല്ലാം ഉണ്ട്. അവിടെ എത്തിയിട്ടായാലും എത്രയോ മാസം കഴിഞ്ഞപ്പോൾ കത്തയക്കാൻ പറ്റിയായിരുന്നു എന്ന് പറയണ കേട്ടായിരുന്നു ഞാൻ. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഒരു 2-3 മാസം കഴിഞ്ഞപ്പോൾ അന്ന് ചെന്നപ്പോഴേ ഞാൻ കത്തെഴുതി ഇങ്ങനെ ഇടയിൽ കൊടുത്തപ്പോഴാണ് വലിച്ചേറി കളഞ്ഞു. കത്ത് അയക്കാമെന്നും പറഞ്ഞ് അയക്കാമെന്ന് പറഞ്ഞ് എൻ്റെ നിന്ന് വാങ്ങിച്ചിട്ട് അത് വലിച്ചേറി കളഞ്ഞു. അങ്ങനെ ഞാൻ ഒരുപാട് പ്രയാസപ്പെട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നെ ഞാൻ കത്തെഴുതി വെച്ച് ആ കത്ത് ഒരു ദിവസം ഒരു പാകിസ്ഥാനി ഇതായിട്ട് വന്നു, ഇതിന് തീറ്റയായിട്ട് വലിയ വണ്ടിയാണ് വന്ന്. അപ്പോൾ ഞാനന്നേരം അവിടെ നിന്നപ്പോൾ ഇദ്ദേഹം എന്നെ പറഞ്ഞങ്ങ് വിട്ട് കുറച്ച് ആടുമായിട്ട് ഞാനിങ്ങനെ അങ്ങ് പോയി. ഈ കത്തെങ്ങനെങ്കിലും അയാളെ ഞാൻ ദൂരം തുടങ്ങിയ പൊക്ക് കാണിച്ച്. അപ്പോൾ അതെടുത്ത് ഞാൻ അവിടെ കൊണ്ടിട്ട് അവിടെ ഇട്ടേക്കാൻ അയാൾ പറഞ്ഞു. അയാൾ വന്ന് ഇതൊക്കെ വന്ന് എടുത്തോളാമെന്ന് പറഞ്ഞു. അങ്ങനെ അതിട്ട് ഞാനങ്ങ് പോവുകയും ചെയ്തു. പുള്ളി എന്നെ അവിടെ നിർത്തിയില്ല പിന്നെ. കാരണം എന്ന് പറഞ്ഞാൽ അയാൾ എന്നെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകും എന്നുള്ള ഒരു ഭീതി അയാൾക്കുണ്ട്. അങ്ങനെ ഞാൻ ആടിനെ കൊണ്ട് ഞാൻ ഇങ്ങനെ കറങ്ങാനായിട്ട് ഇങ്ങനെ പോയി. അപ്പോൾ കത്ത് പുള്ളി എടുത്തുകൊണ്ട് വന്ന് പോയി. പിന്നെ കത്ത് അതാ പുള്ളി അയച്ച്. ഇവിടുത്തെ അഡ്രസ്സ് മാത്രമല്ലല്ലോ എഴുതിയിട്ടുള്ളത്. നമ്മൾ അവിടെ തിരിച്ചയക്കാനുള്ള അഡ്രസ്സ് ഇല്ലല്ലോ. അന്നേരം ഇവിടെ എൻ്റെ വൈഫ് അന്നേരം പൂർണ്ണ ഗർഭിണിയായിട്ട് നിൽക്കുവാണ്. ഞാൻ പോയി അവിടെ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ അങ്ങ് വീട്ടിൽ വിളിച്ചുകൊണ്ട് പോയായിരുന്നു. അവിടെ വീട്ടിൽ വിളിച്ചുകൊണ്ട് പോയിട്ട് എൻ്റെ സ്വന്തം മാമാടെ മോളായിരുന്നു. ബന്ധുക്കാർ തന്നെ. അപ്പോൾ അവർ മുട്ടത്താണ് ഇവരുടെ വീട്. ഞാൻ എന്തെങ്കിലും ഗർഭിണിയായിട്ട് ഇരിക്കുമ്പോൾ ഇവിടെ കത്ത് വന്നാന്ന് ചോദിച്ചാൽ മാമായ മിക്ക ദിവസങ്ങളിലും പറഞ്ഞു വിടും എൻ്റെ വിവരം അറിയാൻ വേണ്ടി. വീട്ടിൽ ഇവിടെ വരുമ്പോൾ ഇവിടെ കത്തൊന്നും വന്നിട്ടില്ല. അങ്ങനെ മാമ തിരിച്ചങ്ങ് പോകും. അങ്ങനെ ഇങ്ങനെ 2-3 മാസം കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു കത്ത് ആദ്യമായിട്ട് വന്നു. ആ കത്തിൽ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി. അത്രയും ക്രൂരമായിട്ടൊന്നും എഴുതിയില്ല, എന്നാലും വിഷമിക്കുമെന്നും പറഞ്ഞ് കുറച്ച് കാര്യമൊക്കെ എഴുതിയായിരുന്നു. അപ്പോൾ അത് ഇവര് എല്ലാവരുടെ വായിച്ചിട്ട് സഭ്യത്തിനെ അറിയിപ്പിച്ചില്ല. ഇതുപോലെ കത്ത് വന്ന് വായിച്ചുകൊണ്ട് കേൾപ്പിച്ചത്. അത് വേറെ രീതിയിലാണ് കേൾപ്പിച്ചത്. വായിക്കലുണ്ടായില്ല. ചേച്ചിക്കായാലും ഇങ്ങനെ ഒരു ജോലിക്ക് വേണ്ടി പോകുന്നു, പിന്നീട് ഒരു വിവരം ഉണ്ടാവണില്ല. അപ്പം ആ സമയത്തൊക്കെ ഒരുപാട് വിഷമമായിണ്ടായി. ഒരുപാട് വിഷമമായിട്ടുണ്ട്. എന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് പോയി ബോംബെ ചെന്ന് 3-ന്റെ അന്ന് അവിടുന്ന് കയറിയെന്ന് അറിഞ്ഞ് റിയാദിൽ ഇറങ്ങിയെന്ന് പറഞ്ഞു. അത് നമ്മുടെ ഇവിടെ ഉള്ള ഒരു പയ്യൻ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ അറിഞ്ഞതാ അത്. പിന്നെ ഒരു വിവരവും ഇല്ല. ഇങ്ങോട്ട് പോയെന്നോ ജീവിച്ചിരിപ്പുണ്ടോ. നമ്മൾ ഓരോ മാസം കഴിയുമ്പോഴെങ്കിലും കത്ത് വരും അങ്ങനെങ്കിലും അറിയാമെന്ന് പറഞ്ഞിരുന്നിട്ട് അങ്ങനെയും വന്നില്ല. 1 മാസം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞ് അങ്ങനെ ഒരു മാസങ്ങൾ കഴിയുന്തോറും വിവരങ്ങളൊന്നും അറിയുന്നില്ല. അങ്ങനെ നമുക്ക് ടെൻഷൻ കയറുമല്ലേ, വിഷമങ്ങളായി ഭയങ്കര വിഷമമായി. നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലല്ലോ. അത്രയും നമ്മുടെ ഭർത്താവ് പോയിട്ട് പിന്നൊരു വിവരമില്ലെന്ന് പറയുമ്പോൾ പിന്നുള്ള മാനസികാവസ്ഥ എന്തോ ചിന്തിക്കാമെന്നല്ലോ. അങ്ങനെ ഭയങ്കര വിഷമമായിരുന്നു. ഒന്നും അറിയില്ല. അങ്ങനെ ഞാൻ അറിഞ്ഞ് ഇങ്ങനെ ഒരു കത്ത് ഇവിടെ വന്നിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞുകൊണ്ടാ വാപ്പായെ പറഞ്ഞ് വിട്ടപ്പം ഇവിടെ വന്ന് വീട്ടുകാർക്ക് വായിക്കാൻ പറ്റത്തില്ല. അതേപോലെയുള്ള സംഭവങ്ങളാണ് എഴുതിയേക്കുന്നത്. അത്രയും കുറച്ച് എഴുതിയിട്ട്. അപ്പം അപ്പുറത്ത് അയലത്തെ ഒരു ഇത്തായ ഇത് വായിച്ച് കേൾപ്പിക്കുന്നു. അത് കേട്ട് വാപ്പ വന്ന് കത്തൊന്നും അവിടെ കൊണ്ടുപോകുന്നില്ല. വന്ന് എൻ്റെ അടുത്ത് വിവരം പറഞ്ഞു. കുഴപ്പമൊന്നുമില്ല, പിന്നെ ഇച്ചിരി ബുദ്ധിമുട്ടില്ല, ആള് അവിടത്ത് കുടുങ്ങിക്കിടക്കുക, രക്ഷപ്പെടാൻ ഇച്ചിരി ആള് ജീവിച്ചിരിപ്പുണ്ട്, വിഷമിക്കുകയൊന്നും വേണ്ട, ഞങ്ങൾ പടച്ചവനെ വിളിക്കുന്നുണ്ട്, നമുക്കത് എന്നാണേലും ചിലപ്പോൾ അള്ളാഹു തിരിച്ചു തരുമെന്ന് പറഞ്ഞു. വരും, വിഷമിക്കേണ്ട, അത്
ഇത്രയും ഗർഭിണിയായിട്ടും നിൽക്കുമല്ലേ. അതെ. അപ്പം വിഷമിച്ചാൽ പിന്നെ ഇതാകത്തില്ലേ, നമുക്കല്ലേ കുഞ്ഞിനും മാനസിക ഇത് ഉണ്ടാകും. അതുകൊണ്ട് വിഷമിക്കേണ്ടെന്ന് പറഞ്ഞാൽ നമ്മളെ സമാധാനപ്പെടുത്തി വീട്ടുകാരും ഇവിടുത്തെ ഉള്ള വീട്ടുകാരും അവിടെ എൻ്റെ വീട്ടുകാരും എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്യും. അങ്ങനെ പിടിച്ചു നിന്നു നമ്മൾ. എന്തെങ്കിലും ഒരു വിവരം കിട്ടുമെന്നുള്ള പ്രതീക്ഷ. ഈ വിഷമമൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഒരു കത്ത് വന്നു എന്ന് പറയുമ്പോ ഒരു വലിയ പ്രതീക്ഷയോടെ കത്ത് വന്നെന്ന് പറഞ്ഞപ്പോൾ അന്നേരം ഞാൻ തന്നിട്ട് എനിക്കൊരു കത്ത് അയച്ചില്ലല്ലോ, വീട്ടിൽ അയച്ചല്ലോ എന്നും പറഞ്ഞാൽ പെട്ടെന്ന് വാപ്പായി പറഞ്ഞു വിടുന്നു. എന്താ വിവരമെന്നെങ്കിലും അറിയാമല്ലോ എന്നും പറഞ്ഞു. അപ്പം അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കത്താണ് വന്നത്. അതുകൊണ്ട് എന്നെ കൊണ്ട് കാണിച്ചില്ല. ഞാൻ അന്നേരം അവിടെ വേളം വെച്ച് എന്നെ എന്നിട്ടൊന്നും കാണിച്ചില്ലല്ലോ എന്ന് പറഞ്ഞു. അത് സാരമില്ല, അത് കുഴപ്പമൊന്നുമില്ല, നീ വിഷമിക്കേണ്ടെന്ന് പറഞ്ഞു. അന്നേരം നമ്മളെ സമാധാനപ്പെടുത്തി. ഇവിടുന്ന് പോകുമ്പം കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ അങ്ങോട്ട് പോകുമ്പോൾ? ആരുമില്ല. പിന്നെ അവിടെ നിന്ന് ഇപ്പൊ പറയുന്നില്ല തെറ്റ് കയറിയതാവായിരിക്കാമെന്ന് തോന്നുന്നു വണ്ടിയിൽ എന്നുള്ളത്. അപ്പം അവിടെ എത്തിയിട്ടായാലും ഒറ്റയ്ക്ക് തന്നെയായിരുന്നു അവിടെ. ഇവിടുന്ന് ഞങ്ങൾ അവിടുന്ന് ബോംബെ കയറുമ്പോ എൻ്റെ അപ്പുറത്തുള്ളൊരു കൂട്ടുകാരനുണ്ടായിരുന്നു. അങ്ങനെയാണ് പിന്നെ ഞാൻ അവിടെ ഇറങ്ങിയിട്ടുള്ള വിവരം ഇവിടെ അറിയുന്നത്. അവൻ അറിയുന്ന അവിടെ ഇറങ്ങിയതായിട്ട് ഞങ്ങൾക്ക് അറിയാമായിരുന്നു. പിന്നെ ഒരു വിവരമില്ല. അവൻ പിന്നെ വേറെ സ്ഥലത്തേക്ക് പോകുമായിരുന്നു, അബഹായിലേക്ക് പോകുമായിരുന്നു. അങ്ങനെ ഒരു വിവരം പിന്നെ അന്നേരം ഇവിടെ അറിഞ്ഞത്. ആദ്യമായിട്ട് പോയപ്പോഴേ അവിടെ ചെന്ന് എയർപോർട്ടിൽ ഇറങ്ങിയ കാര്യം അറിയുന്നു. പിന്നെ എയർപോർട്ടിൽ നിന്ന് അവര് വന്ന് വിളിക്കുമ്പോഴായാലും പിന്നീടൊക്കെ ഒറ്റയ്ക്കായിരുന്നു. അപ്പൊ അവര് വേറെ ആൾക്കാരൊന്നും എയർപോർട്ടിൽ നിന്ന് ഇങ്ങനെ ഇതേപോലെ കൊണ്ടുപോകാനൊന്നും ഉണ്ടായിട്ടില്ലേ? അന്ന് വേറെ ആൾക്കാരൊക്കെ വന്നിങ്ങനെ ഒരു ചില ഫാമിലികളൊക്കെ വന്ന് ആൾക്കാരൊക്കെ കയറ്റിക്കൊണ്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു. അതെ. അപ്പൊ അവിടെ എത്തിയിട്ടും ഓൾറെഡി അവര് വേറെ ആരെയെങ്കിലും ഇതേപോലെ ഈ ആടുകളെ നോക്കാൻ വേണ്ടിയിട്ട് വെക്കുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അതൊന്നും ഞാൻ കണ്ടില്ല. ഇല്ല, അവിടെ എത്തിയപ്പോ മുതൽ ഒറ്റയ്ക്കായിരുന്നു. ഫസ്റ്റ് അവിടെ എത്തിപ്പെട്ടപ്പോ എന്താ തോന്നിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത്? ഫസ്റ്റ് അവിടെ ചെന്ന് എത്തിയപ്പോൾ ഞാൻ ഈ വണ്ടി എയർപോർട്ടിൽ അങ്ങ് ഓടുവാണ്, മരുഭൂമിയിൽ കൂടെ ഓടുവായി വണ്ടി. മരുഭൂമിയിൽ കൂടെ ഓടി പോയിട്ട് സന്ധ്യയായി ഇവിടെ ചെന്ന് ഇറങ്ങുമ്പോൾ. അങ്ങനെ പോയിട്ട് എന്നാലും ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ട്, നമ്മുടെ ഗൾഫിൽ ഇവിടെ വന്നവരല്ല ഇത് എവിടെ ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടല്ലോ, അവരൊക്കെ ഏത് ഭാഗത്താണ്? ഒരു ബിൽഡിങ്ങും കാണുന്നില്ല, ഒന്നും കാണുന്നില്ല, വെറും മരുഭൂമി മാത്രമേ കാണുന്നുള്ളൂ. അങ്ങനെ പോയി ചെല്ലുമ്പോഴാണ് 10-700 ആടും ഒരു 10-20 ഒട്ടകവും ഈ ഒരു ഭീകര രൂപയെ പോലെ ഒരു മനുഷ്യനും അവിടെ നിൽക്കുന്നു. അന്നേരം തന്നെ കരച്ചിലും തുടങ്ങി. ഞാൻ പെട്ടുപോയി എന്നുള്ള ചിന്ത മനസ്സിൽ വന്നു. ഇത് പണ്ടൊക്കെ ഇതുപോലെ ഇങ്ങനെ ആൾക്കാർ പോയി ഇങ്ങനെ പെട്ടിട്ടുണ്ടെന്നുള്ള നേരത്തെ അറിയാമല്ലോ ആൾക്കാർ. അങ്ങനെ കഥ കേട്ടിട്ടുണ്ട്. അപ്പോൾ അന്നേരം നമുക്കും അതുപോലെ പറ്റിയെന്നും പറഞ്ഞ് ഞാൻ കരഞ്ഞ് വലിയ വാലിയും കരയുവാണ്. കരഞ്ഞപ്പം അയാൾക്ക് ദേഷ്യം കയറുന്നു, കരയുന്ന കണ്ടപ്പോൾ. അങ്ങനെ പിന്നെ നേരെ ഇങ്ങനെ ഈ കണ്ട ആളിനെ അവിടെ ഒരു കട്ടിലുണ്ട്, അതിനകത്ത് അയാൾ ഇരിപ്പുണ്ട് ഇങ്ങനെ മാറി. അതുപോലെ തന്നെ എന്നെ അവിടെ ഒരു കട്ടിലേ പോയി ഞാനും ഇവിടെ കൊണ്ടിരുത്തി. വെളിക്കാൻ 2 കട്ടിൽ കിടപ്പുണ്ട് അതിനകത്ത്. പിറ്റേന്ന് നേരം വിളക്കുമ്പോൾ അപ്പുള്ളിയെ ഞാൻ കണ്ടില്ല. പിന്നെ അവിടെ ഉള്ള ആളിനെ കണ്ടില്ല. പിന്നെ ഞാൻ ഒറ്റയ്ക്കായി. ഞാൻ പിന്നെ ഇവൻ രാവിലെ വന്ന് അതിനകത്ത് പാല് പിഴിഞ്ഞ് കൊടുക്കണം. അപ്പം ആദ്യമൊക്കെ ഞാൻ പാല് പിഴിഞ്ഞിട്ട് വന്നില്ല. നമ്മൾ ആദ്യമായിട്ട് അതിനെ ഇവിടെ കണ്ടിട്ടുണ്ടെങ്കിലും അവിടെ ചെന്ന് ആദ്യമായിട്ട് പാല് പിഴിയാൻ പറഞ്ഞപ്പം പാല് പിഴിഞ്ഞ് ഞെക്കിയിട്ടതും മരുന്ന്. അങ്ങനെ അന്നേരം പിന്നെ ഒന്നേരം ദേഷ്യവും കയറുന്നു. അങ്ങനെ തലയ്ക്കൊക്കെ തട്ടിയിട്ടൊക്കെ ഉണ്ട് ആദ്യമൊക്കെ. അതിന്റെ പെയിൻ ഇപ്പോഴും ഈ ആളിങ്ങനെ എപ്പോഴും ഒരാളിങ്ങനെ വാച്ച് ചെയ്യാൻ ഉണ്ടാവുമോ? ഒട്ടാണ്. ഈ ആടിനെ കൊണ്ടുപോകാനും തീറ്റ ഇയാൾക്ക് ഭക്ഷണമൊക്കെ കൊണ്ടു കൊടുക്കുന്നത് എൻ്റെ ജ്യേഷ്ഠനാണ്. ജ്യേഷ്ഠൻ ആഴ്ച ഒരു ദിവസം ഈ ആടിനെ വിൽക്കാനായിട്ട് കൊണ്ടുപോകും. ഇവിടുന്ന് കയറ്റിക്കൊണ്ട് പോകും കുറച്ചെണ്ണം. അന്നേരത്തേക്ക് ഭക്ഷണം ഇയാൾക്ക് കൊണ്ട് കൊടുക്കുന്നത് പുള്ളിയാണ്. ഇയാൾ എവിടെയെങ്കിലും പോവാണെങ്കിൽ മറ്റേ ആളുടെ വന്നിരിക്കും. ഇയാളങ്ങനെ പോയിട്ടില്ല, 1-2 പ്രാവശ്യമേ പോയിട്ടുള്ളൂ അവിടെ. ഇല്ലാത്ത സമയം അല്ലെങ്കിൽ പോകുന്ന സമയം രക്ഷപ്പെടണം എന്നുള്ള ചിന്തയാണ് മനസ്സിൽ. ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ഇവിടെ നിന്ന് പോകണം, പോയാലെങ്കിൽ രക്ഷപ്പെടാന്നുള്ള ചിന്തയാണ് മനസ്സിനകത്തൊക്കെ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഇത്രയും 2 വർഷം അവിടെ കടിച്ചു പിടിച്ച് നിൽക്കാൻ പറ്റി? കാരണം നാട്ടിൽ വന്നാൽ എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ടാവില്ലേ നമുക്ക്? അങ്ങനെ എന്തൊരു പ്രതീക്ഷ നമുക്ക് ഒരു വിധത്തിൽ ഒന്ന് ചാടിപ്പോകാൻ പറ്റുന്നില്ല. കാരണം എപ്പോഴും അവിടെ ഇയാൾ ഇവിടെ ഇരിക്കുകയല്ലേ, ഒരു എന്തോന്ന് അടിച്ചതിനകത്ത് ഇരിക്കുക. ഇടയിൽ ഈ തോക്ക് വരെയുണ്ട്. ചിലപ്പോൾ പോയി കഴിഞ്ഞാൽ നമ്മൾ വീടുകളിൽ ഓടിപ്പോയാൽ വന്ന് വണ്ടി ജീപ്പുണ്ട് മരുഭൂമികൾ ഓടിപ്പോകുന്നു, അതിനകത്ത് വന്ന് വെടിവെച്ചാൽ നമ്മൾ എന്തോ ചെയ്യും? അതൊക്കെ പേടിച്ച് ഇങ്ങനെ നിന്ന് എന്തെങ്കിലും ഒരു അവസരത്തിൽ രക്ഷപ്പെടുമെന്നുള്ള ചിന്തയിലാണ് നിന്നത്. ഈ ആടുകളെ നോക്കുന്നു, ഇതൊക്കെയല്ലേ അവിടെ പോയിട്ട് ചെയ്തിരുന്നത്. അപ്പം ഇതിനായിട്ട് അവരെന്തെങ്കിലും പൈസ തരുകയെ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമായിരുന്നു അവര്? ഞാൻ 2-3 മാസമായപ്പോൾ ചോദിച്ചു പൈസയുടെ കാര്യം ചോദിച്ചപ്പോൾ പിന്നെ ബാധേൻ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞായിരുന്നു. എന്നിട്ട് അത് കഴിഞ്ഞ് ബാധേൻ പറഞ്ഞ് പിന്നെ ഞാൻ ചെന്ന് ചോദിക്കും, ഇങ്ങനെ പറയുമായിരുന്നു
ഒരു റിയാൽ പോലും ഞാൻ കണ്ടിട്ടില്ല അവിടെ നിന്ന്, ആ ജോലി ചെയ്ത സ്ഥലത്ത് നിന്ന്. അപ്പോൾ ഈ ഭക്ഷണം കാര്യങ്ങളൊക്കെ പിന്നെ എന്താ ചെയ്തത്? ഭക്ഷണം ഇതല്ലേ 2-3 ദിവസത്തേക്കുള്ള ഭക്ഷണം ഈ മറ്റേ ആൾ ഈ കുബൂസും മറ്റേ സാധനങ്ങളും കൊണ്ട് കൊടുക്കും. അത് ഞാൻ ആട്ടിൻ്റെ പാല് പിഴിഞ്ഞ് അതും ഇത് കാച്ചിയിട്ട് അതിനകത്ത് കുക്കിയൊക്കെ തിന്നുകൊണ്ട് അങ്ങനെയൊക്കെയാണ് ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോയത്. അല്ലാതെ വേറെ ഫുഡൊന്നും തരാം അങ്ങനത്തെ ഫുഡൊന്നും വേറെ ഒന്നും ഫുഡ് ഇല്ല അവിടെ, അരിയുടെ ഫുഡൊന്നും ഇല്ല. കുബൂസും അവരുടെ കറിയൊക്കെ അതൊന്നും നമുക്ക് ഇഷ്ടപ്പെടത്തില്ലായിരുന്നു. പിന്നെ കുറേ ലാസ്റ്റൊക്കെ പിന്നെ കഴിക്കാൻ ഇരുന്നാൽ പറ്റത്തില്ലല്ലോ, നമ്മുടെ ഒരു ജീവനിങ്ങനെ നിൽക്കണ്ടേ. അങ്ങനെ പിന്നെ കുറച്ചൊക്കെ ഇങ്ങനെ കഴിക്കും കരഞ്ഞ് ഇങ്ങനെ ഒരേ ദിവസം തട്ടി ഇങ്ങനെ പോവുക. വിളിക്കാനുള്ള ദൈവങ്ങളെല്ലാം വിളിക്കുക, നമ്മളെ ഒന്ന് രക്ഷപ്പെടുത്തെന്ന് പറഞ്ഞ്. മുകളോട്ട് നോക്കുമ്പോഴിങ്ങനെ പ്ലെയിൻ പോകുന്നതായിട്ട് മാത്രം കാണാം, വേറെ ഒന്നുമില്ല. യാടും ഞാനും ഉള്ള ജീവിതം. അവിടെ നിൽക്കുമ്പം കിടക്കാനൊരു സ്ഥലം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? കിടക്കാൻ വിളിക്കുക തന്നെ ഒരു കട്ടിലുണ്ട്, അവിടെ കിടക്കുന്നത്. അവിടെ ഒരു ദിവസം ഞാൻ ഒരു മഴ പെയ്ത്, അന്ന് പിന്നെ ഒരു ഷെഡ് പോലെ ഉണ്ട്, അതിനകത്ത് പോയിരുന്നു. മഴ പെയ്തപ്പോൾ പിന്നെ മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ മൊത്തം ചെള്ളയാണ്. അത്രയും മരുഭൂമിയല്ലേ, കാരണം മണ്ണാ മൊത്തം. പിന്നെ ആടുകളുടെ കൂടെ തന്നെ ആടുകളുടെ കൂടെ തന്നെ ഇപ്പുറത്ത് പാമ്പും ഉണ്ട്. ചിലപ്പോൾ ദിവസങ്ങളിലൊക്കെ ഈ ആടിനെ പാമ്പ് കടിച്ച് കൊല്ലും. പണ്ട് ഒരു ജീപ്പുണ്ട്, ആ ജീപ്പിനകത്ത് ഇങ്ങനെ ഇതിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ ഓടിച്ചുകൊണ്ട് പോയിട്ട് ഞാൻ 2 തന്നെ കൊന്നിട്ടുണ്ട്. അപ്പൊ അവര് ചീത്ത പറയോ ആടുകളെങ്ങാനും ചത്തുപോവാണെന്നുണ്ടെങ്കിൽ? ഇല്ല, അത് ചത്തുപോകുന്ന അത് പാമ്പ് കടിച്ച് ആകുന്നതെന്ന് അയാൾക്ക് അറിയാം. അതുകൊണ്ട് അതിനെപ്പറ്റിയൊന്നും നമുക്ക് പറയത്തില്ല. അന്ന് രാത്രി തന്നെ നമ്മൾ അത് പിന്നെ ഇയാൾ അത് ചെക്ക് ചെയ്യും. അത് ഇപ്പോഴും ആ അറബിയുടെ മുഖം ഓർമ്മയുണ്ടോ? മുഖം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഇപ്പൊ ഈ കിടന്നുറങ്ങുമ്പം സ്വപ്നം കാണാൻ പേടിക്കുക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇപ്പോഴും ഞാൻ ഇപ്പൊ എന്താണ് അണ്ണാക്ക് വെക്കുന്നതിൻ്റെയൊക്കെ ചോദിക്കും. ഇപ്പോഴും അതെല്ലാ കാര്യങ്ങളും ഇതാക്കല്ലേ. ഇപ്പം തിരിച്ചു വന്നപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? തിരിച്ചു വന്നപ്പം പിന്നെ ജയിലിൽ കിടന്നിട്ടല്ലേ വന്നത്. അപ്പം മുട്ടയൊക്കെ അടിച്ച് ഇവിടുന്ന് പോയ രൂപമൊന്നും അല്ലല്ലോ. മുട്ടയടിച്ച് അങ്ങ് കറുത്തിട്ട് ഒരുമാതിരി രൂപത്തിലാണ് ഇവിടെ വന്ന് കയറുന്നത്. രക്ഷപ്പെട്ട് കഴിഞ്ഞ മുടിയൊക്കെ വെട്ടിക്കഴിഞ്ഞല്ലേ പിന്നെ ജയിലിൽ പോകുന്നു. ജയിലിൽ ഇപ്പോൾ 9 ദിവസം കിടന്നല്ലോ അന്നേരം. അങ്ങനെ വന്ന് കയറി ഞാനിതുപോലെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, പെട്ടെന്ന് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എത്തിച്ചതാ. എപ്പോഴും നമുക്കതല്ലേ ഉള്ളൂ പ്രാർത്ഥന. അങ്ങനെ അന്നേരമാണ് വരുന്നത്. അന്ന് ഒരു ദിവസം രാത്രിയിലാണ് വരുന്നത്, ഈ സമയമൊക്കെയായി. അങ്ങനെ അപ്പം ഞാനിത് കണ്ട് ഞങ്ങളെല്ലാം കരച്ചിലായിരുന്നു. വന്ന് കയറിയത് കണ്ട്, ആ രൂപം കണ്ട്. ഇത്രയും നാളും എവിടെ ആയിരുന്നെന്നുള്ള ഒരു ഇതിൽ വന്ന് കണ്ടപ്പോഴത്തേന് മനസ്സിന് ഭയങ്കര ഇതായിപ്പോയി. അത് ചോദിച്ചപ്പോൾ പറഞ്ഞു, അത് പിന്നെ ഇനി അറിയണ്ട, അതൊക്കെ കഴിഞ്ഞ കാര്യമില്ലേ എന്ന് പറഞ്ഞു. എന്തോ സംഭവിച്ചെന്ന് ചോദിച്ചു. അന്നേരം ഒന്നും പറഞ്ഞില്ല. ഞാൻ നോവൽ വായിച്ചപ്പോൾ ഉള്ളു അറിയുന്നത്. എല്ലാ കഥ അപ്പോഴാണ് അറിയുന്നത്. അപ്പം എന്തെങ്കിലും ചോദിക്കുക അല്ലെങ്കിൽ ഇല്ല, ദേഷ്യപ്പെട്ടിട്ടില്ല. ചോദിക്കുക, എന്നിട്ടൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ പറയും, ഇത്രയും വിഷമിച്ചില്ലേ, അറിയാതെ ആളില്ലെന്ന് അറിഞ്ഞു, ഇത്രയൊക്കെ വിഷമിച്ചില്ലേ, ഇനി അതിൻ്റെ കൂടെ ഇനി അവിടെ നടന്ന സംഭവങ്ങൾ അറിഞ്ഞ് വിഷമിക്കണ്ടെന്ന് കരുതിയാ പറയാഞ്ഞെന്ന് പറഞ്ഞു. ഇപ്പം നാട്ടിൽ വന്നിട്ടായാലും ഇങ്ങനെ ആടുകളെ പിന്നീട് ഇവിടെ നിന്ന് കാണുമ്പോഴായാലും ഉള്ളിലൊരു പേടി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ആടുകളെ കാണുമ്പോൾ പേടിയൊന്നും ഇല്ല. എനിക്ക് ആടിനെ കാണുമ്പോൾ സന്തോഷമാണ്. ഈ ആട്ടുകുട്ടിയൊക്കെ എൻ്റെ മക്കളെ പോലെ പിടിച്ചു വെച്ച് ഇങ്ങനെ കരയുമായിരുന്നു. അവര് തമ്മിലൊരു കണക്ഷനായി. അങ്ങനെ അതുകൊണ്ട് പിന്നെ എനിക്ക് വരുമ്പോഴും ഞാൻ അവിടെ ചാടിപ്പോകുമ്പോഴും അതിനിങ്ങനെ അടച്ചിട്ടുകൊണ്ട് ഇങ്ങനെ പോകുമ്പോൾ എനിക്ക് ഒരു ഭയങ്കരമായ ഒരു വിഷമമായിരുന്നു. കാരണം നമ്മൾ അത്രയും കഷ്ടപ്പെട്ടെങ്കിലും പിന്നെ നമ്മൾ ഇത്രയും നാൾ അതിനെ നോക്കിയിട്ടേ നമ്മളെ മക്കളെ പോലെ കുറച്ച് കുട്ടിയാടുകളുണ്ട്, അതിനെല്ലാം നമ്മളെ അടുപ്പൊക്കെ പിടിച്ച് വെച്ചുകൊണ്ട് മാറിയിരിക്കും. എന്നിട്ട് ഇങ്ങനെ തിരിച്ച് തിളച്ചിട്ട് പോകുമ്പോൾ പിന്നെ അതിന് തീറ്റ കൊടുക്കണമെന്ന് ആരും എന്നുള്ള ചിന്തയിൽ ഇങ്ങനെ ആ ഒരു ഇത് മാത്രമേ പിന്നെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ കേട്ടു എന്താ വെച്ചാൽ ഞാൻ ചേച്ചി പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുമ്പോഴാണല്ലോ പോകുന്നത്. അതേപോലെ അവിടെ ഒരു പ്രഗ്നൻ്റ് ആയൊരു ആടുണ്ടായിരുന്നു. അപ്പം ആ ആടിനുണ്ടാവുന്ന കുട്ടി എന്താണോ അതാണ് എനിക്കും മേ ബി ഉണ്ടാവുന്ന കുട്ടി. അങ്ങനെയൊക്കെ വിചാരിച്ചാൽ ശരിക്കും വിചാരിച്ചിട്ടുള്ളത്. എന്നിട്ട് ശരിയായോ അത്? ശരിയായി. പിന്നെ നാട്ടിലേക്ക് തിരിച്ചു വരുമ്പം ആദ്യമായിട്ട് കാണാണ് മകനെ, അതുപോലെ കുറെ വർഷങ്ങൾക്ക് ശേഷം ഭാര്യ കാണാണ്. അപ്പം ആ സമയത്ത് എന്താ തോന്നിയത്, പ്രത്യേകിച്ച് കുട്ടീനെ കാണുമ്പം? കാരണം ഇതുവരെ ഇവിടെ ഞാനിവിടെ വന്ന് ട്രെയിനിന് ബോംബെയിൽ നിന്ന് ഇവിടെ വന്ന് ഇറങ്ങി. എൻ്റെ അപ്പച്ചിയുടെ വീട്ടിലൊരു കായംകുളത്ത് അപ്പച്ചിയുണ്ട്, അവിടെ ഒരു ദിവസം അവിടെ നിന്നിട്ട് എൻ്റെ പെങ്ങളുടെ വീട്ടിൽ പോയി പെങ്ങളടുത്തും പെങ്ങളെ മോനുമായിട്ടാണ് രാത്രി ഇവിടെ വന്ന് കയറുന്നത്. രാത്രി ഇവിടെ വന്ന് കയറുമ്പോൾ ഇവരെല്ലാം വാപ്പായും എല്ലാവരും ഭക്ഷണം കഴിയും. അത് പെട്ടെന്ന് ഓടി, ഞാനിങ്ങനെ വന്ന കണ്ടുകൊണ്ട് പെട്ടെന്ന് ഓടി ഒന്ന് കുട്ടിയോടെ നിൽപ്പുണ്ടായിരുന്നു. അന്നേരം എൻ്റെ വാപ്പാന്ന് നിൻ്റെ വാപ്പ വന്നടാന്ന് പറഞ്ഞു. അന്നേരം ഇവൻ എൻ്റെ വാപ്പ ഒന്നും അല്ലെന്നും പറഞ്ഞ് തിരിച്ചങ്ങ് പോയി, നടന്നങ്ങ് എത്തട്ട് കയറി.
അപ്പൊ അന്നേരം ഞാൻ അവിടെ നിന്ന് 2 വയസ്സുണ്ട് അന്നേരം. 2 വയസ്സ് ഉണ്ട് കഴിഞ്ഞില്ലേ. കഴിഞ്ഞ് 2 വയസ്സ്. അന്നേരം ഞാൻ അവിടെ നിന്ന് കരഞ്ഞു പോയി. കാരണം എന്ന് പറഞ്ഞാൽ ഒരു ഗൾഫുകാരനും വീട്ടിലോട്ട് വന്നിട്ട് കുഞ്ഞിനൊരു മുട്ടായി പോലും ഇല്ലാതെ വെറും കൈയോടെ കയറി വന്ന് ആ ഒരു അവസ്ഥയെ പറ്റിയൊന്നും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല ഇപ്പോൾ. അങ്ങനെ ഓർക്കുമ്പോഴും ഇപ്പോഴും നമുക്ക് സങ്കടമാണ്. പിന്നെ എപ്പോഴാ മറ്റേ കുട്ടീനായിട്ട് ഒന്ന് സെറ്റായി വന്നത്? പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അങ്ങ് സെറ്റായി. എല്ലാം പറഞ്ഞ് എല്ലാം മനസ്സിലാക്കി പറഞ്ഞ് കൊടുത്തു. എൻ്റെ വാപ്പായാടാ അങ്ങനെ പറഞ്ഞ് പിന്നെ അതങ്ങ് ഇതായി. പിന്നീട് എത്ര വർഷം നാട്ടിലാണ് നിന്നു? പിന്നെ ഒരു 5 വർഷം നാട്ടിൽ വർഷത്തോളം നിന്നിട്ട് പിന്നെ നിന്ന് നാട്ടിൽ. 5 വർഷം. അത് കഴിഞ്ഞിട്ട് പിന്നെയും തിരിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിലെ ബുദ്ധിമുട്ട് കണ്ടുകൊണ്ട് വേറെ കൂലിപ്പണിയൊന്നും ചെയ്തിട്ടൊന്നും പറ്റുന്നില്ല. ഇങ്ങനെ ജീവിച്ച് പോകുന്നതല്ലേ ഉള്ളൂ, അല്ലാതെ വേറെ വീടും ഇല്ല, ഒന്നുമില്ല. എന്നാൽ പിന്നെ എൻ്റെ ഇവരുടെ സഭ്യത്തിൻ്റെ ആങ്ങള ബഹ്റൈനിലുണ്ടായിരുന്നു. അങ്ങനെ അളിയനായിട്ടൊരു ഫ്രീ വിസ എടുത്തു തന്നു. അങ്ങനെയാണ് രണ്ടാമത് ബഹ്റൈനിലേക്ക് പോകുന്നത്. അവിടെ ചെന്ന് ഒരു ജോലിക്ക് വേണ്ടി ഫ്രീ വിസ ആയതുകൊണ്ട് നമ്മൾ അടുത്തെങ്കിലും ജോലി ചോദിച്ചാൽ പിന്നെ അവർ ജോലി വാങ്ങിച്ച് തരണം. അങ്ങനെ ജോലിക്ക് വേണ്ടി നടന്നപ്പം ഈ സുനിലെന്നും പറഞ്ഞ ഒരാളുണ്ട്. അപ്പോൾ എൻ്റെ അളിയൻ്റെ കൂട്ടുകാരനാണ് ഈ സുനിൽ. അളിയന് ചെറിയൊരു സ്റ്റുഡിയോയാണ് അവിടെ. പുള്ളി അന്നേരം അവിടെ വരും. അമേരിക്കയിലല്ലേ സുനിൽ എന്ന് പറയുന്നത്. അങ്ങനെ അയാളുമായിട്ട് ഇതുപോലെ ഞാൻ ചെന്ന് പറഞ്ഞു, സുനിലേട്ടാ എനിക്കൊരു ജോലി ആണ്, ഞാൻ നാട്ടിൽ നിന്ന് വന്നതാണെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഒരു ജോലി കണ്ടിട്ട് അത് നീ ചെയ്യത്തില്ലെന്ന് പറഞ്ഞു. അന്നേരം ഞാൻ പറഞ്ഞു, ഞാൻ ചെയ്ത പോലുള്ള ജോലി ലോകത്താരും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു. അന്നേരം എന്തോ ജോലിയാണ് ചെയ്തതെന്നൊക്കെ ചോദിച്ചു വന്നപ്പോഴാണ് അയാൾക്ക് പിന്നെ മനസ്സങ്ങലിഞ്ഞ് എനിക്ക് അയാളുടെ കമ്പനിയിൽ തന്നെ വേറെ ഒരു സ്ഥലത്ത് ജോലി വാങ്ങിച്ചു തന്നു. അന്നേരം പുള്ളിയുടെ കൂട്ടുകാരനാണ് ബെന്യാമീൻ. ബെന്യാമീനും ഇയാൾ ഒരേ സ്ഥലത്ത് തന്നെ US നേവി എന്ന് പറയുന്നത് അവിടെ ജോലി ചെയ്യുന്ന. അപ്പോൾ എനിക്കും അവിടെ തന്നെയാണ് എനിക്ക് പറ്റിയ ജോലി അവർ വാങ്ങിച്ചു തന്നത്. അങ്ങനെ പിന്നെ പിറ്റേന്ന് മുതൽ ബെന്യാമീൻ സാർ എൻ്റെ പുറകെ നടക്കുക. അങ്ങനെ പിന്നെ സുനിലേട്ടൻ പുള്ളിയെടുത്ത് ഇത് കാര്യങ്ങളൊക്കെ പറഞ്ഞതുപോലെ. അന്നേരം ഈ ബെന്യാമീൻ സാർ ഈ പ്രവാസികളുടെ ഒരു കഥ എഴുതാൻ കാത്തു കിടക്കുന്നതാണ്. അന്നേരം 7ാമത്തെ 8ാമത്തെ അങ്ങോട്ട് നോവലായി. അപ്പം അന്ന് പിന്നെ പിറ്റേന്ന് മുതൽ ഞാൻ ഈ പണി ചെയ്ത് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ ഈ പ്ലാസ്റ്റിക് അലൂമിനിയൊക്കെ US നേവിക്കാകുക, മറ്റേ മിലിറ്ററി അവിടെ അമേരിക്കൻ്റെ. അപ്പോൾ അതിനകത്ത് ഈ അലൂമിനിയം പ്ലാസ്റ്റിക്കൊക്കെ ഇട്ട് വെക്കാനുള്ള ബിന്നുകൾ ഇരിപ്പുണ്ട്. അതിലൊക്കെ പോയി സാധനം വിറക്കി റീസൈക്ലിങ് ചെയ്യാൻ വേണ്ടി വേറെ ഗീസിനകത്തൊക്കെ ഇട്ട് അത് എന്നിട്ട് അത് എൻ്റെ ചെയ്ത് അങ്ങനെയൊക്കെയുള്ള ജോലിയൊക്കെ നല്ല സുഖമായ ജോലിയായിരുന്നു. അങ്ങനെ പിന്നെ എൻ്റെ പുറകെ നടന്ന് 1 വർഷം കൊണ്ടാണിത് ഓരോ കാര്യങ്ങൾ ചോദിച്ച് ഇത് എഴുതുന്നത്. 2ാം വട്ടം പോകുമ്പോഴെങ്കിലും പേടി ഉണ്ടായിരുന്നില്ലേ? പേടിയാണ്. ഞാൻ പറഞ്ഞു പോകണ്ടെന്ന് പറയാം, നമുക്ക് എങ്ങനെയും ഇവിടെ ജീവിക്കാന്ന് പറയാം. പക്ഷേ അന്നേരം ഇവിടെ വീട്ടിലെ ബുദ്ധിമുട്ട് കൊണ്ട് പോയതാണ്. അന്നേരം ആങ്ങളുടെ അടുത്തോട്ടാണ് പോകുന്നതുകൊണ്ട് നമുക്ക് പിന്നെ വിഷമമില്ലായിരുന്നു. നമ്മുടെ ബന്ധുക്കളെല്ലാം അടുത്തുണ്ടല്ലോ എന്നുള്ള ധൈര്യത്തിൽ അവിടോട്ടാണ് പോയത്. അതുകൊണ്ട് പിന്നെ സമാധാനം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒരു കേട്ട കാര്യം, അവിടുന്ന് രക്ഷപ്പെട്ടിട്ട് തിരിച്ചിങ്ങോട്ട് വരുന്ന ആ ഒരു യാത്ര ഭയങ്കര ബുദ്ധിമുട്ടുള്ളതായിരുന്നു. ആ യാത്ര എന്ന് പറഞ്ഞാൽ 1.5 ദിവസം ഓടിയിട്ടാണ് റോഡ് കണ്ടത്. അപ്പോൾ ഒന്ന് ഫുഡും വെള്ളം പോലും ഒരു ശകലം വെള്ളം ഉണ്ടായിരുന്നു. അത് ഇച്ചിരി കഴിഞ്ഞപ്പോൾ അതങ്ങ് തീർന്നു. പിന്നെ ഓടിയിട്ട് വെള്ളം ഇല്ല. അങ്ങനെ ഇങ്ങനെ വരുമ്പോഴാണ് ഒരു സ്ഥലത്ത് ഇങ്ങനെ വെള്ളം ഇടുന്നത്. അവിടെ നിന്ന് വെള്ളം എടുത്ത് കുടിച്ചോണെങ്കിൽ പിന്നെ ഓടിയത്. ഓടി 1.5 ദിവസം ഓടുമ്പോഴാണ് റോഡ് കാണുന്നത്. റോഡിൽ ചെന്നിറങ്ങി അന്നേരം എനിക്ക് അവിടെ കാണിച്ചുകൊണ്ട് ഒരാൾ പോയതല്ലേ. ഒരാൾ എൻ്റെ ദൈവത്തിൻ്റെ ഇപ്പം കൊണ്ട് ഒരാൾ ഓടി വന്ന് എന്നെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോയതാണ്. വേറെ ഒരു സ്ഥലത്തുനിന്ന് വന്നേ അയാൾ. വേറെ ഇതുപോലുള്ള മരുഭൂമിയിൽ നിന്ന് വന്നതാണ്. എന്നാലും അയാൾക്ക് അത്രയുള്ള കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ അയാൾ റോഡ് വന്നു കഴിഞ്ഞപ്പം എൻ്റെ അടുത്ത് പറഞ്ഞ് 5 റിയാൽ എന്തേ തന്നു പുള്ളി. അന്നേരം ഞാൻ ആദ്യമായിട്ട് റിയാൽ കാണുന്നത്. എന്നിട്ട് പറഞ്ഞ് നീ പിന്നെ ബെത്ത റിയാദെന്ന് പറഞ്ഞാൽ മതി. അതെന്താ അതിന്റെ അർത്ഥം എന്താ ശരിക്കും? അത് അവിടുത്തെ ഒരു ടൗണാണ് അത്. അവിടെ ആകുമ്പം മലയാളികളൊക്കെ കാണും, എല്ലാവരും കൂടുന്ന സ്ഥലങ്ങളാണ് അത്. റിയാദ് ഈ ബെത്ത എന്ന് പറയുന്നത്. അങ്ങനെ അവിടേക്ക് വണ്ടിക്ക് കൈ കാണിച്ചാൽ അവർ കൊണ്ടുപോയി നിർത്തുമെന്ന് പറയും. അങ്ങനെ ഒരുപാട് വണ്ടിക്കൊന്നും കൈ കാണിച്ചിട്ടൊന്നും നിർത്തുന്നില്ല. അങ്ങനെ ലാസ്റ്റ് ഒരു വണ്ടി ഒരു അറബി കൊണ്ടുപോയി നിർത്തി തന്നു. അങ്ങനെ ആ വണ്ടിയെ കയറിയിട്ട് ഞാൻ ഒരുപാട് പോകണം, ചെക്ക് പോസ്റ്റൊക്കെ കഴിച്ച് കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്ന് വിട്ട് തന്നു. അന്നാണ് ആദ്യമായിട്ട് സൗദി അറേബ്യ കാണുന്നത്. എന്നിട്ട് അവിടെ എത്തിയിട്ട് പിന്നെ ഒരു ഹോട്ടലില് അവിടെയൊക്കെ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഒരുപാട് ജനങ്ങൾ, 1 ലക്ഷക്കണക്കിന് ജനങ്ങളുണ്ട് ആ ഭാഗത്തല്ല. പിന്നെ ഒരു വ്യാഴാഴ്ച പിറ്റേന്ന് വെള്ളിയാഴ്ചയല്ലേ, വ്യാഴാഴ്ച ദിവസമാണ് ചെല്ലുന്നത്. അപ്പം അന്നേരം എനിക്ക് വ്യാഴാഴ്ച വെള്ളിയാഴ്ചയാണെന്നൊന്നും അറിയില്ല, ദിവസമൊന്നും അറിയില്ല. അവിടെ ചെന്നപ്പോൾ പിന്നെ അവിടെ എല്ലാവരും അവിടെ ചോദിച്ചപ്പോഴാണ് പിന്നെ പറയുന്നത് വ്യാഴാഴ്ച എന്നൊക്കെ ഉള്ളത്. അങ്ങനെ ഒരു ഹോട്ടലുകാർ, കോഴിക്കോട്ടുള്ള ഒരു ഹോട്ടലുകാർ ഒരു വിളിച്ചെനിക്ക്
പൊറോട്ടയും ഇറച്ചിയൊക്കെ വയറ് നിറച്ച് തന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ച് പിന്നെ ബന്ധുക്കാർ വല്ലവരും ഇവിടെ അടുത്തെങ്ങനെ ഉണ്ടാന്ന് ചോദിച്ചു. അങ്ങനെ പിന്നെ പുള്ളി തന്നെ ഒരു അവിടുത്തെ ലിമോസൻ വിളിച്ചിട്ട് അയാളടുത്ത് പറഞ്ഞത് ഈ പൈസ പുള്ളി തന്നെ കൊടുത്തിട്ട് പറഞ്ഞു ഇവിടെ കൊണ്ട് വിട്ടു കൊടുക്കണമെന്ന് പറഞ്ഞു. നമ്മുടെ ബന്ധുക്കാരുടെ ഒരു റൂമിൽ. അന്നേരം അവിടെ ആദ്യം കറക്റ്റായിട്ട് അവിടെ കൊണ്ട് വിട്ടു തന്നു. അന്നേരം പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മളെ ബന്ധുക്കാരെല്ലാവരും വന്നു അവിടെ. അവരെല്ലാം അന്ന് എന്നെ തിരക്കി എല്ലാ മരുഭൂമിയിലും പോയ ആൾക്കാരാ. അതെ, വന്നിട്ടുണ്ടായിരുന്നല്ലേ? കത്ത് കിട്ടിയ സമയത്താണോ? അല്ല, അതിന് മുമ്പ് ഞാനവിടെ ചെന്ന് പിന്നെ കാണാതെ വന്നല്ലോ. അന്നേരം പോലെ അവർ എൻ്റെ ബന്ധുക്കളൊക്കെ അവിടെ ഉള്ളവരൊക്കെ അവിടെ എല്ലാ മരുഭൂമിയിലും പോയി ചെക്ക് ചെയ്തു. എന്നിട്ടൊന്നും കണ്ടു കിട്ടി. എന്നിട്ടും കിട്ടിയില്ല. അത്രയും ഉള്ളിലോട്ടായിരുന്നു. അത്രയും ഉള്ളിലാണ് ഞാനായിപ്പോയത്. ഹോട്ടലിൽ പോയി അദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞായിരുന്നു ഇങ്ങനെയാണ് ഉണ്ടായി? ഒന്നും പറയാതെ. അയാള് കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ആ വേഷം കണ്ടപ്പോൾ തന്നെ അയാൾക്ക് മനസ്സിലായി ഇങ്ങനെ വരുന്നതാണെന്നുള്ളത്. അതുകൊണ്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ വരുന്ന എവിടുന്ന് വരുന്നതെന്നൊന്നും ചോദിച്ചൊന്നുമില്ല. ഇയാളുടെ ഇത് മാത്രമേ എൻ്റെ അടുത്ത് ചോദിച്ചുള്ളൂ. അവരുടെ ബന്ധുക്കാരുണ്ടാകുന്ന മാത്രം. ഈ 2 വർഷം കഴിഞ്ഞിട്ട് ചേട്ടൻ്റെ സ്വയം മുഖം തന്നെ ഇങ്ങനെ രൂപം കാണുമ്പോൾ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടായിരുന്നോ? പിന്നെ ആകപ്പാട് അച്ചൂടം പോലെ ആയപ്പോൾ ഇതെല്ലാം ചെല്ലയൊക്കെ ഒട്ടി അല്ലാതെ വികൃത രൂപമായിട്ടിരിക്കുമല്ലായിരുന്നു അന്ന്. പിന്നെ അത് വന്നു കഴിഞ്ഞാൽ അന്ന് ചാടിക്കഴിഞ്ഞാൽ അവിടെ വന്നു കഴിഞ്ഞല്ലേ ഇതെല്ലാം വെട്ടി ബന്ധുക്കളുടെ റൂമിൽ വന്നിട്ടല്ലേ വെട്ടുന്നതെല്ലാം. കാലൊക്കെ പൊട്ടി ഒലിക്കുക. അങ്ങനെ പിന്നെ കാലിലൊക്കെ മരുന്നും വെച്ച് 2-3 ദിവസം എന്നിട്ടാണ് പിന്നെ പോയി പിടികൊടുത്തത്. പിടികൊടുത്തിഞ്ഞ് പോരുമായിരുന്നു. 9 ദിവസം ജയിലിൽ കിടന്നു. ജയിലിൽ കിടന്ന് അവിടെ വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല സുഖമായിരുന്നു ജയിലിൽ 9 ദിവസം. മറ്റേ ഇത് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഒരു സുഖജീവിതം പോലെ ആവുമല്ലോ ജയിലിൽ. പിന്നെ എല്ലാം സമയത്തും എല്ലാം കഴിച്ചു കിടന്നാൽ മതി, വേറെ ഒന്നുമില്ല. അത് കഴിഞ്ഞ് നാട്ടിലെത്തി പിന്നെ സുഖം സന്തോഷം സമാധാനമായിട്ട് ജീവിച്ചു. അത് കഴിഞ്ഞ് തിരിച്ചും പിന്നെ വീണ്ടും പോയിട്ട് പിന്നെ എപ്പോഴാ തിരിച്ചു വരുന്നേ? പിന്നെ 2 വർഷം കഴിയുമ്പോൾ വന്നായിരുന്നു. 2 വർഷം അവിടെ നിന്നോ? 2 വർഷം നിന്നിട്ട് വന്നിട്ട് 20 വർഷം നിന്നു. 20 വർഷം പിന്നെ നിന്നു അവിടെ. വന്നും പോയി. നോവൽ ഇറങ്ങിയിട്ട് ഒരുപാട് പേര് അറിഞ്ഞല്ലോ കഥ. പിന്നീട് ഒരുപാട് പേര് വിളിക്കുക അങ്ങനെയൊക്കെ ചെയ്തായിരുന്നോ ഇവിടുത്തെ നാട്ടുകാരൊക്കെ? ഒത്തിരി ആൾക്കാർ എപ്പോഴും വിളിയേ ഉള്ളൂ ഫോണിൽ കൂടെ. ഓരോരുത്തരെല്ലാവരും വിളിച്ച് കാര്യങ്ങൾ തിരക്കുന്നുണ്ട്, വിളിക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. നോവല് വായിച്ചിട്ട് വിളിക്കുന്നു. ഇപ്പോൾ പടം ഇറങ്ങാൻ പോകുന്നല്ലോ എന്നും പറഞ്ഞ് വിളിക്കുന്നു. ഞങ്ങളെല്ലാം കാണാൻ തയ്യാറായിട്ട് നിൽക്കുവാണെന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നു. ഇപ്പൊ നോവല് വായിച്ചിട്ട് ഒരുപാട് കരഞ്ഞു എന്ന് പറഞ്ഞില്ലേ? ഇപ്പം സിനിമ വരാൻ പോവാണ് രാജുവേട്ടൻ അഭിനയിച്ചിട്ട്. അപ്പം നേരിട്ട് കാണുകയാണ്. ഇപ്പം രാജുവേട്ടനാണെന്നുണ്ടെങ്കിലും നമുക്കുള്ളിലൊരു ഇതുണ്ടാവില്ല. അപ്പം നേരിട്ട് കാണുമ്പോൾ എന്താ തോന്നുന്നുണ്ടാവുക? എന്തെങ്കിലും കാണുമ്പം പ്രയാസം തോന്നും. അന്നത്തെ എൻ്റെ ഭർത്താവ് അനുഭവിച്ച കാര്യമില്ലേന്ന് ഓർത്ത്. പക്ഷേ സന്തോഷമുണ്ട്. സിനിമ ആകാൻ പോകുമ്പോൾ ലോകം അറിയുമല്ലേ, ലോകം എല്ലാവരും അറിയുമല്ലേ, സന്തോഷമുണ്ട്. അവിടെ പെട്ടിട്ട് തിരിച്ചു വന്നിട്ട് ഫസ്റ്റായിട്ടൊരു നല്ലൊരു ഭക്ഷണം കിട്ടുക, അതേപോലെ ഫുൾ വൃത്തിയാവുന്നു, കുളിക്കുന്നു, ഇതൊക്കെ ഷേവ് ചെയ്യുന്നു. അപ്പം ആ ഫുഡ് തന്നെ കണ്ടപ്പം എന്താ തോന്നിയിട്ടുണ്ടായിരുന്നു? ഫുഡൊക്കെ കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം. ആദ്യമായിട്ട് കഴിക്കുമല്ലോ ഇങ്ങനെയൊക്കെയുള്ള ഫുഡുകളൊക്കെ. നാട്ടിൽ നിന്ന് കഴിച്ചാൽ പിന്നെ അവിടെ വന്ന് ഇപ്പോൾ ആദ്യമായിട്ട് കഴിക്കുമല്ലേ. അന്നേരം പല പല സൈസ് ഫുഡുകൾ നമ്മുടെ നാട്ടിലെ അതേ രീതിയിലുള്ള ഫുഡെല്ലാം കഴിച്ച് വളരെ സന്തോഷമായി. പിന്നെ എങ്ങനെയെങ്കിലും നാട് കണ്ടാൽ മതി എന്നുള്ള ചിന്തയായി. അവിടെ ചെന്നപ്പോഴല്ലേ അറിയുന്നത് ഇതുപോലെ പ്രസവിച്ച് ആൺകൊച്ചായിരുന്നു എന്നൊക്കെ അറിയുന്ന അന്നേരമല്ലേ. അപ്പൊ ആ സമയത്ത് ആടിനും ആടിനും എന്താ തോന്നിയ സമയത്ത്? അന്നേരം വളരെ സന്തോഷം തോന്നി എനിക്ക്. ഞാനന്നേരം ഓർത്ത നമ്മളവിടെ ഉദ്ദേശിച്ചതുപോലെ തന്നെ സംഭവിച്ചെല്ലാം. അത് കഴിഞ്ഞ് ഇപ്പം വന്നിട്ട് ഇപ്പൊ കൊറേ കാലായില്ലേ ദുബായിന്ന്? ഇപ്പം എന്നുവെച്ചാ ഇപ്പൊ പുറത്ത് പോയിട്ട് സൗദിയിലാണോ പോയത്? ബഹ്റൈനില് പോയി. അപ്പം എന്നിട്ട് ഇപ്പൊ തിരിച്ചു വന്നിട്ട് 4 കൊല്ലം. അപ്പം ഇവിടെ എന്താ ചെയ്യുന്നത്? ഇവിടെ മത്സ്യബന്ധനം, മത്സ്യത്തിന്റെ പണിക്ക് പോവുക. ഇപ്പം ഇങ്ങനെ കഴിഞ്ഞു സന്തോഷത്തോടെ ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു. അതെ, ഞങ്ങൾ സന്തുഷ്ട കുടുംബമായിട്ട് പോകും. ഇപ്പം തിരിച്ച് പിന്നെ പോലീസ് സ്റ്റേഷനിൽ പോലീസിന്റെ അടുത്ത് പോയപ്പം ഈ അറബീനെ പറ്റി പറഞ്ഞായിരുന്നു അവരുടെ അടുത്ത് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായി? അത് ജയിലിൽ കിടക്കുമ്പോൾ ആഴ്ചയിൽ 2 ദിവസം ഈ ജയിലിനകത്ത് എല്ലാവരെയും പുറത്തിറക്കി ഇങ്ങനെ വരിയായിട്ട് നിർത്തിയിട്ട് അവരോട് ഏത് അറബിയുടെ നിന്ന് ചാടിപ്പോയെന്ന് അറിയാൻ വേണ്ടി ആ അറബികൾ വന്നിങ്ങനെ നമ്മുടെ മുഖത്തോട് ഇങ്ങനെ നോക്കി പോകും. ഇങ്ങനെ ലൈനകത്ത് ഓരോ അറബികളും നോക്കി ഇങ്ങനെ പോകും. അന്ന് ആ സമയത്ത് ഈ അറബി തന്നെ പിന്നെ എൻ്റെ മുഖത്തോട്ട് നോക്കിയിട്ട് എന്നെ പിടിക്കാതെ പോയി. എൻ്റെ അറബി എന്നാലും എനിക്ക് മനസ്സിലായത് എൻ്റെ സ്പോൺസർ അല്ലായിരുന്നു ഇയാൾ, വേറെ ആളായിരുന്നു. അപ്പോൾ ആ സമയത്ത് ശരിക്കും ഇത് ഇല്ലീഗലായിട്ട് ഒരു ചെയ്യുന്ന പരിപാടി. അപ്പോൾ പോലീസ് അറിയാണെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഇയാളെ? പോലീസ് അന്നേരം പിടിച്ച് അറസ്റ്റ് ചെയ്താലും ശരി, അന്നേരം പിന്നെ അവർ പറയുന്നത് അവിടെ അംഗീകാരമുള്ളൂ. അറബികളുടെ അത് കേൾക്കത്തുള്ളൂ അവരവിടെ. നമ്മളിത് എൻ്റെ അല്ലെന്നൊന്നും പറഞ്ഞാലൊന്നും അവർ വിശ്വസിക്കത്തില്ല. അങ്ങനെ ഒരു കാര്യമുണ്ട്. അവർ പറഞ്ഞാൽ മാത്രം. അപ്പം
ആ സമയത്ത് ഇയാള് നോക്കാതെ ഇയാളെന്നേരം അവിടെ നിന്നിട്ട് പറയും എൻ്റെ ആളാന്ന് പറഞ്ഞാൽ പിടിച്ചോണ്ട് പോയത് തന്നെ. അപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. ഓ, പക്ഷെ എന്തൊരു ഭാഗ്യത്തിനെന്ന് പറയാല്ലേ. അപ്പോൾ അന്നേരം ഞാനിന്ന് വിറയ്ക്കുവാണ്. ഇങ്ങനെ ഇവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴേ അറബികളെ രണ്ടാമത് പിടിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ തീർന്നു. പിന്നെ ഒരുപാട് ഉപദ്രവങ്ങളും കാര്യങ്ങളും പിന്നെ നമ്മൾ എന്തെങ്കിലും ചെയ്ത് കളയുമോ. ആരും അറിയാനാ ഞാനവിടെ പിന്നെ ചാടിക്കഴിഞ്ഞപ്പോഴെല്ലാം അറിയുമല്ലേ ഉള്ളൂ. അതിന് മുമ്പേ ഞാനവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അയാൾ കൊന്നാലും എന്തായാലും ആരും അറിയത്തില്ലല്ലോ. ഞാനവിടെ അയാളുടെ കൂടെ ഉണ്ടെന്ന് ഒന്നും അറിയാൻ ആരും ഇല്ലല്ലോ. ഇപ്പം ആലോചിക്കുമ്പം ആ കത്തയക്കാൻ സഹായിച്ച ഒരു വ്യക്തി അയാളുടെ അടുത്തൊക്കെ എന്ത് കൊടുത്താലും നമുക്ക് മതിയാകത്തില്ല. അതേപോലെ പിന്നെ നമ്മളാരെയും കണ്ടിട്ടില്ലല്ലോ. ഇല്ല അല്ലേ, കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പം ഭക്ഷണം തന്ന ഒരാളായാലും അതെ, അദ്ദേഹത്തിനെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അന്ന് അയാളെ പുള്ളി ഇതൊന്നും തന്നിട്ടില്ല, നമുക്ക് അഡ്രസ് ഒന്നും തന്നിട്ടില്ലല്ലോ. പക്ഷെ കാണാൻ അവിടെ കാര്യം ഞാൻ ഇപ്പോഴും ഇങ്ങനെ ആലോചിക്കുന്നു. ഈ എന്നെ അന്ന് അവിടെ സഹായിച്ച ആൾക്കാരെല്ലാം നാട്ടില് വന്നിട്ട് അപ്പൊ എത്ര കാലം എടുത്തു ഈ ഒരു കുറച്ച് നാളെടുത്തത്. പിന്നെ എനിക്ക് ഗൾഫിലോട്ടേക്ക് പോകാനുള്ള മനസ്സേ ഇല്ലായിരുന്നു. പിന്നെ അന്നേരം ഇതുപോലെ ഇങ്ങനെ ഫ്രീ ആയിട്ട് കൊണ്ടുപോകാൻ, അതുമല്ല അവിടോട്ടാണ് പോകുന്നതൊക്കെ നളിയുടെ അടുത്തോട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പം അതുകൊണ്ട് പിന്നെ ധൈര്യത്തെ പോകാനിരിക്കും. വെൽ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു വ്യക്തി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും സഹിച്ചിട്ടും ഇപ്പോഴും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പറയുന്ന ആൾക്കാർ ഇവിടെയുള്ളൂ, ഞാൻ കുറേ അനുഭവിച്ചിട്ട് വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്, എൻ്റെ ജീവിതം അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ. പക്ഷേ ഈ എൻ്റെ മുന്നിലിരിക്കുന്ന ഇദ്ദേഹം അങ്ങനെ ഒരുപാട് ഭയങ്കര കണ്ണീർ കഥ പോലെ ഞാൻ ഇത്ര അനുഭവിച്ചുല്ലോ, ഇനി എനിക്കില്ല ജീവിതം, അങ്ങനെയൊന്നും ചെയ്യാണ്ട് ഇപ്പോഴും സ്റ്റിൽ ലൈഫിനോട് ഇപ്പോഴും ലൈഫ് ഒരു ചലഞ്ചാക്കി എടുത്ത് ജീവിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെനിക്ക് ഭയങ്കര ഹാപ്പി ഉണ്ട്. ആൻഡ് ഒരുപാട് സന്തോഷം ഇത്ര നേരം സംസാരിച്ചതിലും കാര്യങ്ങളൊക്കെ അറിഞ്ഞതിലും. താങ്ക് യു സോ മച്ച്. അഗ്മാർക്ക് അംഗീകാരത്തോടുകൂടി തയ്യാർ ചെയ്യുന്നത് പവൻ നല്ലെണ്ണ. പ്രകൃതി നൽകും നന്മ.